നമസ്കാരം. സകല കോലാഹലങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന മുഖ്യമന്ത്രിയുള്ള, ജനങ്ങൾ കൊടും മഴയിൽ മുങ്ങിത്താഴുമ്പോൾ മൂന്നാർ ടൂർ പോകുന്ന മേയറുള്ള നമ്മുടെ കേരളത്തിൽ സംസ്ഥാന സർക്കാർ കൈവെടിഞ്ഞാലും വിടാതെ മുറുകെ പിടിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഉള്ളതാണ് നമുക്കുള്ള ഏക പ്രതീക്ഷ. കടമെടുത്ത് മുടിഞ്ഞ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കേന്ദ്രം ഗതികെട്ട് വീണ്ടും കടമെടുക്കാൻ അനുമതി കൊടുത്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. 2024 ഡിസംബറിന് മുമ്പ് 21,253 കോടി രൂപ വരെ കടമെടുക്കുന്നതിനാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നൽകിയത്. ഇതിനു പിന്നാലെ തലസ്ഥാന ജില്ലയിൽ മഴക്കെടുതികൾ മൂലം തുടർച്ചയായി സംഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സ്ഥായിയായ പരിഹാരം യാഥാർത്ഥ്യമാക്കുന്നതിന് പര്യാപ്തമായ പദ്ധതിക്ക് 200 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ അനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ അനുവദിക്കപ്പെട്ട തുക വിനിയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ 2022 ഫെബ്രുവരി 28-ന് പുറത്തിറക്കിയിരുന്നു. രാജ്യത്തെ 7 നഗരങ്ങളിലെ ദുരിത നിവാരണ പ്രവർത്തനങ്ങൾക്കായി 2500 കോടി രൂപയാണ് വക കൊള്ളിച്ചിരുന്നത്. പ്രസ്തുത മാതൃകയാണ് മറ്റു നഗരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിക്ക് കേന്ദ്രം രൂപകൽപ്പന നൽകുന്നത്. ഇതിൻ പ്രകാരം തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 9 നഗരങ്ങൾക്ക് 1800 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ നഗരവും 200 കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം. അതിൽ 180 കോടി രൂപ, അതായത് 75% കേന്ദ്ര സർക്കാർ നൽകും. തിരുവനന്തപുരം നഗരത്തിലെ മഴയും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള ദുരന്തങ്ങൾ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2024 മെയ് അവസാനത്തോടെ സംസ്ഥാനം കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച പദ്ധതി സമർപ്പിക്കണം. മഴക്കെടുതികളും വെള്ളക്കെട്ടും മൂലം തിരുവനന്തപുരം നിവാസികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പര്യാപ്തമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ് ഇതിന്മേൽ വേണ്ട നടപടികൾ ഇനിയും കൈക്കൊള്ളേണ്ടത്. 2024 മെയ് അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതാണെന്ന് സംസ്ഥാന സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ എക്സിൽ കുറിച്ചിരുന്നു. തലസ്ഥാനത്തെ ജനങ്ങൾക്ക് മേൽ ദുരിതം വിതച്ചു പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ മെച്ചം സംസ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഏതായാലും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, മേയറും മന്ത്രിയും ഒരുപാട് വാഗ്ദാനങ്ങൾ തന്ന് പാഴാക്കിയ ഒന്നാണ് ഒടുവിൽ കേന്ദ്രം നേരിട്ട് വന്ന് പാസ്സാക്കുന്നത്. ഇനിയും ഇതിലും കുറ്റം കണ്ടെത്തുന്നവർ വരും, അതുറപ്പാണ്. അതുപോലെ തന്നെ ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നവരും വരും. എന്നാലും കാര്യമില്ല, കേന്ദ്രം ഇനിയും ഇതിനെല്ലാം മറികടന്ന് മുന്നേറും.